കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി CPM നേതാവ് പി ജയരാജൻ പുസ്തകരചനയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയതെന്ന് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കോടതിയിലേക്ക് പോകും വഴി യാദൃശ്ചികമായാണ് കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമല്ലെന്നും ഇതൊന്നും ഭക്തിപ്രകടനമല്ലെന്നും പി ജയരാജൻ പറഞ്ഞു. ഇന്ന് എറണാകുളത്തൊരു കേസിന് വരുന്ന ഘട്ടത്തിൽ അവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അത് കൊടുങ്ങല്ലൂർ കാവിൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിൽ ഇതേവരെ ഞാൻ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് സന്ദർശനം നടത്തണമെന്ന് തോന്നി. അങ്ങനെയാണ് പോയത്. അപ്പോൾ ദർശനമല്ല, സന്ദർശനമാണ് നടത്തിയത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ വീട്ടിൽ മതാചാരമനുസരിച്ചുള്ള ഒരു സിംറ്റവും കാണാൻ കഴിയില്ല. അതിൻ്റെ ഒരംശവും എൻ്റെ വീട്ടിലില്ല. അതേസമയം എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നിഖിൽ അളവൂർ വിവരങ്ങൾ നൽകും. നിഖിൽ, ഈ പറഞ്ഞതുപോലെ ക്ഷേത്ര സന്ദർശനമാണ്, ദർശനമല്ല എന്ന് പി ജയരാജൻ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ്. എങ്ങനെ കാണണം ഇതിനെ? തീർച്ചയായും അരുണ്യ, പി ജയരാജനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന ചെറിയ സൂചനയെങ്കിലുമുള്ള ആളുകൾക്ക് കൃത്യമായി അറിയാം പി ജയരാജൻ എന്തായാലും അങ്ങനെ ഒരു ഭക്തൻ എന്ന നിലയിലേക്കൊന്നും പോകുന്നയാളല്ല, പോയിട്ടുള്ളയാളുമല്ല, പോകാനിടയുള്ള ആളുമല്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ സന്ദർശനം വലിയ വിവാദമായതിന് പിന്നാലെയാണ് പി ജയരാജൻ ആദ്യം ഫേസ്ബുക്കിലൂടെയും പിന്നീട് നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം, താനൊരു പുസ്തകം എഴുതുന്നുണ്ട്. അത് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പേരിലാണ്. അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇതുപോലെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള ചില കാവുകളിലെയും മറ്റും ആചാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പുസ്തകത്തിലെ ഒരു അധ്യായം തന്നെ ഈ ബ്രാഹ്മണീയമല്ലാത്ത ആചാര രീതികളെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുണ്ട്. ഇന്ന് കൊച്ചിയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കോടതി ആവശ്യത്തിന് പോകുന്നതിനിടയിലാണ് കൊടുങ്ങല്ലൂരിൽ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തുന്നതും ആ സമയത്ത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കയറുന്നതും എന്നതാണ് പി ജയരാജൻ അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. അതിനെ താൻ ഭക്തനായി എന്ന രീതിയിലേക്ക് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊരു വിമർശനം കൂടി ഏതായാലും പി ജയരാജൻ അക്കാര്യത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമാണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കാരണമാണ് ചിലർ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ് പി ജയരാജൻ അക്കാര്യത്തിൽ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ കൊടുങ്ങല്ലൂർ കാവിൽ മാത്രമല്ല താൻ പോയിട്ടുള്ളത്, നിരവധി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് താൻ പോയിട്ടുണ്ട്. അതിൽ ആരാധനാലയങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അജ്മീർ ദർഗയും പഞ്ചാബിലെ സുവർണക്ഷേത്രവും എല്ലാം ആ കൂട്ടത്തിൽ പെടുന്നതാണ് എന്നുകൂടി പി ജയരാജൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെ പഠിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകാൻ പോകുന്നവരാണ് എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊരു കാര്യം പി ജയരാജൻ പറയുന്നത്, ഈ ഭക്തിയെയും ആരാധനാലയങ്ങളെയും ഒക്കെ RSS എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് എന്ന് നന്നായി ധാരണയുള്ളയാളാണ് താൻ. ആ കാര്യങ്ങൾ തൻ്റെ പ്രസംഗങ്ങളിലും നേരത്തെ പുറത്തിറങ്ങിയിരിക്കുന്ന തൻ്റെ പുസ്തകങ്ങളിലും എല്ലാം തന്നെ കൃത്യമായി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾ കൂടിയാണ് താൻ. അതുകൊണ്ട് ഇത്തരം സന്ദർശനങ്ങളും ഇത്തരം തുറന്നു പറച്ചിലുകളും എല്ലാം തുടരുക തന്നെ ചെയ്യും എന്നുകൂടി പി ജയരാജൻ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി എന്നതുകൊണ്ട് താനൊരു ഭക്തനായി എന്ന് മാറിയെന്ന് പറയുന്ന ആളുകളോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏതായാലും പി ജയരാജൻ്റെ പ്രതികരണമായി വരുന്നത്. ശരി നിഖിൽ.